അസിലാമോളെ, അസിലാമോളെ, സമയം ഒരുപാടായി, എണീറ്റേ. അസിലാമോളെ, എണീക്ക്, സമയം ഒരുപാടായി. ഹലോ ഗായ്സ്, ഇപ്പൊ സമയം 3:54 AM. ഞാൻ എന്താ ഇത്രയും രാവിലെ വീഡിയോ ആയിട്ട് വന്നേന്നല്ലേ നിങ്ങളിപ്പോ വിചാരിക്കുന്നത്. അത് ഞാൻ പറയാം ഗൈസ്. അതിപ്പോ ഞാൻ പറയാൻ നിന്നാ നിങ്ങളുടെ ബോധം പോകാം. അതുകൊണ്ട് ഞാൻ പല്ലി അടിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഇൻട്രോ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇൻട്രോ പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പൊ നമുക്ക് പോയാലോ? ബാ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോയത്. ഞാനും ഉമ്മയും വാപ്പിയും ഇത്തിയും ഇക്കായും പിന്നെ എൻ്റെ മുത്തുമണിയും പിന്നെ ഇക്കാൻ്റെ ഉമ്മി വാപ്പി, അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഒരു 5:30 ആയപ്പോഴത്തേക്കായിരുന്നു. അപ്പോൾ നല്ല തണുപ്പും, വണ്ടിയിൽ പോയപ്പോൾ നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല തണുപ്പും നല്ല രസമായിരുന്നു. ആ ഒരു നേരം വെളുത്ത് വരുന്ന ആ ഒരു ഇരുട്ടുള്ള സമയമല്ലേ, അപ്പോഴത്തേക്കും അത് ഭയങ്കര നല്ലൊരു സുഖമായിരുന്നു. നല്ല തണുപ്പ്, നമ്മളൊരു AC കയറിയ പോലെ ഒരു ഫീലായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. യാത്രയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയത് എവിടെ പോകാൻ വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായി കാണണേ, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കുത്തിപ്പൊട്ടിക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ ആ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് കയറുവാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിനേയും കാത്തി ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ട്രെയിൻ വരുന്നു. പക്ഷേ അത് ഞങ്ങളുടെ ട്രെയിൻ അല്ലായിരുന്നു കേട്ടോ, അത് വേറെ ട്രെയിൻ ആയിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങളുടെ ട്രെയിൻ വരാൻ ഇനിയും കുറച്ച് സമയവും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ 6:50 ആയി. നേരമൊക്കെ വെട്ടമൊക്കെ വീണ് അപ്പോഴേക്കും ഞങ്ങളുടെ ട്രെയിൻ വരാൻ സമയമായി. അങ്ങനെ കാത്തിരുന്ന്
ഞങ്ങളുടെ ട്രെയിനും എത്തി. പിന്നെ മൊത്തം ട്രെയിനിൽ കയറാൻ വേണ്ടിയുള്ള തിരക്കായിരുന്നു. ട്രെയിൻ പെട്ടെന്ന് വിട്ടുപോകുമല്ലോ, കുറച്ച് സമയമല്ലേ നിൽക്കൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിൻ നിൽക്കാനും പെട്ടെന്ന് അതിലേക്ക് കയറാനും ഒക്കെയുള്ള തയ്യാറെടുപ്പോടുകൂടി നിൽക്കുവാണ്. അങ്ങനെതാ ട്രെയിനൊക്കെ കയറി ഞങ്ങൾ സീറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവിടെ പോയി ഞങ്ങൾ ഇരുന്നു. അങ്ങനെതാ വാപ്പിയുടെ കയ്യിൽ എൻ്റെ മുത്തുമണി ഇരിപ്പുണ്ട്. ആളിരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് ട്രെയിനൊക്കെ വലിയ ഇഷ്ടമാണ്. ട്രെയിൻ വരാൻ താമസിച്ചപ്പോൾ മറ്റു ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറാൻ വഴക്കൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആളെ ട്രെയിനിൽ കയറിയ സന്തോഷത്തിൽ ചിരിക്കുക. അങ്ങനെ മുത്തുമണിയുടെ ഉമ്മയും വാപ്പയും ഞങ്ങളുടെ പുറകിലെ സീറ്റിലായിരുന്നു. അപ്പൊ അവരെ കാണാൻ പറ്റാത്തോണ്ടായിരിക്കും ആളെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാ ട്രെയിനൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ നിങ്ങളാലോചിക്കുന്ന ഇത്രയും നേരമായിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്നല്ലേ. ഞങ്ങൾ വർക്കലയ്ക്കാണ് പോകുന്നത്. വർക്കലയില് എൻ്റെ അമ്മായിയുടെ വീടാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ സുഖമായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങള് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പൊ ഞങ്ങളെ വിളിക്കാൻ മാമ വന്നായിരുന്നു കേട്ടോ, കാറുമായിട്ട്. അങ്ങനെ ഞങ്ങളെ കാറിൽ കയറ്റി മാമ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾക്ക് അവിടെ ചെന്ന് കണ്ടാലോ. അങ്ങനെതാ ഞങ്ങൾ അമ്മായിയുടെയും മാമായുടെയും വീട്ടിലെത്തി. ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ചെടികളുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസമാണ് ഇവിടെ. നല്ല പൂക്കളും പല കളറ് ചെടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. മാവുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല രസമാണ് ഈ ചെടികളും കാര്യങ്ങളൊക്കെ. അമ്മായിയുടെയും മാമായുടെയും കലകളാണ് ഈ ചെടികളൊക്കെ. നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ചെടികളുടെ പേരറിയാം അതും കമന്റ് ചെയ്യണേ. നിങ്ങൾ ചെടികളെല്ലാം കണ്ടില്ലേ? ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിലും അമ്മായി ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഭിത്തിയിലൊരു പടമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മരത്തിന്റെ പടമാണ്, കണ്ടോ. അങ്ങനെ ഹാളിലേക്ക് കേറി. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്മായി ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു, ഒരേ നിർബന്ധം. അപ്പൊ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. നല്ല പൊറോട്ടയും ഇടിയപ്പവും ബീഫ് കറിയൊക്കെ ആയിരുന്നു. അങ്ങനെതാ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണ്. ഞാൻ ഇടിയപ്പവും ബീഫുമാണ് കഴിച്ചത്. പൊറോട്ടയും എനിക്ക് ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടം ഇടിയപ്പമാണ്, അതുകൊണ്ട് ഞാൻ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചധികം നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. അപ്പോഴേക്കും ഉച്ചയായി. അങ്ങനെ നല്ല ചിക്കൻ ഫ്രൈയും പപ്പടവും അച്ചാറും
കച്ചമ്പറും ഒക്കെ കൂട്ടൊരു അടിപൊളി ബിരിയാണി അമ്മായി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണി എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് പിന്നെ അവസ്ഥയെന്ന്. ബിരിയാണി പാത്രമൊക്കെ അങ്ങ് കാലിയാക്കി, അത്ര തന്നെ. ബിരിയാണി കഴിച്ചാൽ പിന്നെ ഒരു ഉറക്കം, അത് മസ്റ്റാണല്ലോ. ഞങ്ങൾ അതങ്ങ് പാസ്സാക്കി. എന്നിട്ട് കുറച്ചു നേരവും കൂടി അവിടെ ഇരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾക്ക് അമ്മായി ചായയൊക്കെ തന്നു. അതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും ഞങ്ങളുടെ ട്രെയിൻ വരാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് റെഡിയായി കഴിഞ്ഞപ്പോൾ മാമ ഞങ്ങളെ കാറിനകത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും വന്നിട്ട് നല്ല തിരക്കായിരുന്നു. എല്ലാവരും ട്രെയിൻ കയറി പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന ട്രെയിൻ കുറച്ചും കൂടി നല്ല ട്രെയിനായിരുന്നു. നല്ല വെട്ടവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മുത്തുമണി ഇങ്ങനെ നോക്കുവാണേ, ഞാൻ രാവിലെ കയറിയ ട്രെയിൻ അല്ലല്ലോ ഇത് എന്നുള്ളൊരു ഭാവത്തിൽ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ലോണം രാത്രിയായി, ഒരു 8:30 ആ സമയമൊക്കെ ആയി. പിന്നെ ക്ഷീണമായിരുന്നു, യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും അകപ്പാടങ്ങ് ടയർഡായി, ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ട്രെയിനകത്ത് വെച്ച് കീച്ചേനും മാലയൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നു. അപ്പം അത്രയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.